ാണ് ഖമൈനിയെ വധിക്കും എന്നുള്ളത് തിട്ടൂർ ഇറക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വാറിൽ പങ്കെടുക്കും, ഒരുപക്ഷെ പങ്കെടുക്കില്ല. കാരണം വലിയ രീതിയിൽ സെനറ്റിൽ നിന്നുള്ള എതിർപ്പ് ട്രംപ് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എങ്ങനെയൊക്കെയാണെങ്കിലും ഇറാന്റെ തിരിച്ചടി, ഇത്ര വലിയ തിരിച്ചടി ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടില്ല. വലിയ രീതിയിൽ ലോക്ക്ഡൌൺ ആണ് ഇസ്രായേലിലുള്ളത്. ബാലിസ്റ്റിക് മിസൈലുകൾ തുരുതുര വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളും മൊസാദിന്റെ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടു. ഖമൈനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേലിനെ തന്നെ ബാക്കി വെച്ചേക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആരെത്തിയിട്ടുണ്ട്? ഇറാനും എത്തിയിട്ടുണ്ട്. ഇറാന് പൂർണ്ണ പിന്തുണമായിട്ട് റഷ്യ ഉണ്ട്. ചൈന അണിയറയിൽ നിന്ന് ആയുധങ്ങളും ഇറാന് നൽകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതിനെ ഒരു മതപരമായ പരിവേഷത്തില് ഗാലറിയിൽ നിന്ന് കൊട്ടി ഘോഷിക്കുന്ന, ഗാലറിയിൽ നിന്ന് കളി കാണുന്ന ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിന് അടിക്കുന്നു, കിട്ടിയ ചാൻസിൽ അടിക്കുന്നു, ഒരു വംശത്തെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ നിങ്ങള് ആഹ്ലാദിക്കുമ്പോഴേ ഇതിനകത്ത് നടക്കുന്ന മറ്റുള്ള കളികൾ കൂടി കാണാതിരിക്കേണ്ടത്. ഇതിന്റെ ഒരു ഇമ്പാക്ട്, ഈ യുദ്ധത്തിന്റെ ഒരു ഇമ്പാക്ട് എല്ലാവരും സഹിക്കേണ്ടതാണ്. എല്ലാവർക്കും അതിന്റെ അടി കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാം സേഫ് സോണിലാണെന്ന് കരുതണ്ട. ഇതിന്റെ പരിണിത ഫലങ്ങൾ വലിയ ദൂരവ്യാപകമായിരിക്കും. അത് വിലക്കയറ്റം മാത്രമായിരിക്കില്ല, എണ്ണയുടെ വിലകയറ്റം മാത്രമാകില്ല. അതിനകത്ത് ഉള്ള പല മറ്റുള്ള ഘടകങ്ങളും ഉണ്ടാവും. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അടുത്തൊരു സമയത്ത് അതിലേക്ക് പോകാം എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെയുള്ള ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. CPM-ന്റെ റാലിയോ അല്ലെങ്കിൽ ജൂത മുദ്രാവാക്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം മിഡിൽ ഈസ്റ്റിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിൽ രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങൾ ഉറങ്ങാത്ത നാളുകളാണുള്ളത്. രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങൾ പലായനത്തിന്റെ വക്കിലാണ്. അതിനകത്ത് യുദ്ധം ഒന്നിനും പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒന്നിനും അതൊരു പരിഹാരമല്ല. അത് നാശം മാത്രമേ വിതയ്ക്കുള്ളൂ. സംഹാര താണ്ഡവുമായി യുദ്ധക്കൊതി മൂത്ത് മുന്നോട്ട് വിടുന്ന രാഷ്ട്രത്തലവന്മാർ, 3 വൃദ്ധരായിട്ടുള്ള രാഷ്ട്രത്തലവന്മാരെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്. ഈ വൃദ്ധന്മാർ, ഒന്ന് ഖമൈനിയാണ്, മറ്റൊന്ന് നെതന്യാഹു ആൻഡ് ട്രംപ്. ഈ 3 വയസ്സന്മാര് ഈ ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ജനങ്ങൾ ഒറ്റക്കെട്ടായി യുദ്ധത്തിനെതിരെയുള്ള നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. ഈ നിലപാട് മനുഷ്യത്വപരമാണ്, മനുഷ്യന്റെ പക്ഷത്തുള്ള നിലപാടായിരിക്കണം. മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഏതൊരു രാജ്യത്തിന്റെയും പരമാധികാരത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് ആ രാജ്യത്തെ കടന്നാക്രമിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് എക്കാലത്തെയും എന്റെ നിലപാട്. ഇവിടെ ഇസ്രായേലും അത് തന്നെ ചെയ്തത്. യാതൊരു പ്രകോപനമില്ലാതെ ഇറാന്റെ മേലെ കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പിന്നീട് അടുത്ത ഇതിൽ സംസാരിക്കാം. അല്ല, ഇസ്രായേൽ ഒരു മിനിറ്റ്, ദിനേശ് ഭായ് സംസാരിക്കൂ. ദിനേശ് ഭായ്. അല്ല, ടോം ചേട്ടൻ നേരത്തെ ആരോ പുള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട് മറുപടി പറയണമെന്ന് പറഞ്ഞു.